ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കഴിവിൻ്റെ സാധാരണ വരയ്ക്കുന്ന ഒരു പൂവാണ് കേട്ടോ. ഇത്രയാണ് ഞാൻ വരയ്ക്കാറുള്ളത്. അതിൽ വലിയ ഭംഗി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു പൂവും ഒരു പൂച്ചട്ടിയും അടച്ചു വയ്ക്കും. കൂടെ മോളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി സൈഡിൽ കൂടെ ഓരോ പരിപാടി ചെയ്യും. അപ്പോൾ അതിനാണ്. അപ്പോൾ ഞാൻ ഈ ചിത്രം വരച്ചു. ഇതാണ് മോളുടെ ചിത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്താണ് എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഇവനാണ് താരം. ഇത് ഞങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു തെർമോക്കോളിൻ്റെ ബോൾസാണ് കേട്ടോ. ഇവനെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം. അറിയില്ല എത്രമാത്രം സക്സസ് ആവുമെന്ന്. ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, ഞങ്ങളൊരു ഹൈദരാബാദ് ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും മേടിക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ ഒരു മാർക്കറ്റിൽ കണ്ടപ്പോൾ സാറ് ഇഷ്ടമായി. അപ്പോൾ വേണം പറഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചു. ഞങ്ങളപ്പോൾ നോക്കുമ്പോൾ 10 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് മേടിച്ചു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന്. അപ്പോഴാണ് വിചാരിച്ചത് ഇതുകൊണ്ട് എന്തെങ്കിലും ഡക്കർ ഐറ്റംസ് അവളെയും വെച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു ചിത്രം വരച്ചിട്ടുണ്ട്, അവളും വരച്ചിട്ടുണ്ട്. ഇനി അതിലിത് ഒട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ ഗം എടുത്തിട്ടുണ്ട് ഞങ്ങൾ, പിന്നെ പെൻസില്, ക്രയോൺസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പ്രോപ്പർട്ടീസ് ഇല്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അധികം ഞങ്ങൾ മറ്റേ സംഭവങ്ങളൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഉപകരിക്കും. അതിലൊരു എക്സാമ്പിളാണോ, ഒരു മിനിറ്റ് എടുത്തരാം. അതിലൊരു എക്സാമ്പിളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുക്കുകൾ കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് അവർക്ക് ചിത്രം വരയ്ക്കാനും ഒരു ചെറിയ പോക്കറ്റ് ഡയറീസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പോക്കറ്റ് ഡയറിയൊക്കെ നല്ല വൃത്തിക്കല്ല മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എന്നാൽ പോലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിത് നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിനൊരു നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ആക്ടിവിറ്റീസ് ഇത് എഴുതി വെക്കണം, നമുക്ക് റിമൈൻഡറായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ട്രാവൽ ഡയറീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, കോൺടാക്ട് ഡയറീസ് ആയിട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സക്സസ് ആയാൽ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് മോള് തന്നെയാണ് ഓരോ ബോൾസും വെച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ മോളിനെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.